Good afternoon. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ പാർട്ട് 2ലേക്ക് നമ്മൾ പോവാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ പാർട്ട് 2ലേക്ക് പോവാണ്. എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ ആണ് നമ്മളെ പാർട്ടിന്റെ നെയിം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മളൊരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ജി ഓഫ് എസ് ഫോർവേഡ് ഗെയിൻ, എച്ച് ഓഫ് എസ് ഫീഡ്ബാക്ക്, ആർ ഓഫ് എസ് ഇൻപുട്ട്, സി ഓഫ് എസ് ഔട്ട് ആണെങ്കിൽ C of s divided by R of s അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ is equal to GS divided by 1 plus GS into HS ആണ്. കാര്യം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരും അല്ലെ. 1 plus GS into HS വരും. ഇവിടുത്തെ സിമ്പിൾ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇത് കിട്ടും, നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. C of s divided by R of s is equal to GS divided by 1 minus GS into HS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇതിന്റെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് പോസിറ്റീവ് ആണ് വരുന്നത് അല്ലെ. ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് വരുമ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് ആണ്, 1 plus GS into HS ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നെറ്റ് ഗെയിൻ റെഡ്യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോഴത്തേക്ക് നെഗറ്റീവ് അല്ലെ, ഡിനോമിനേറ്റർ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക, ദാറ്റ് മീൻസ് നെറ്റ് ഗെയിൻ ഇൻക്രീസ് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻസിറ്റിവിറ്റിയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർഫോമൻസ് പാരാമീറ്റർ അല്ലെ, പെർഫോമൻസ് മെഷറിംഗ് പാരാമീറ്റർ ആണ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, ഇറ്റ് വിൽ മെഷർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫീഡ്ബാക്ക്. നമ്മളെ ഫീഡ്ബാക്കിന്റെ എഫക്റ്റീവ്നെസ്സിനെ മെഷർ ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി നമുക്ക് രണ്ട് മോഡിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സെൻസിറ്റിവിറ്റി ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ജി എന്ന് പറയുന്ന ഗെയിനും അല്ലെ, ഫോർവേഡ് ഗെയിനുമായിട്ട് നമുക്ക് ഫോർവേഡ് പാത്ത് ഗെയിനായി ജി വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്നതായിരിക്കും വരിക, ആൻഡ് ദ മെഷർമെന്റ് ഓഫ് സെൻസിറ്റിവിറ്റി ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് വിത്ത് റെസ്പെക്ട് ടു ഫീഡ്ബാക്ക് അഥവാ എച്ച് ഓഫ് എസ് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഓരോന്നും നമ്മുടെ അടുത്ത് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ എന്തായിരിക്കും, സെൻസിറ്റിവിറ്റി ഇസ് മെഷേർഡ് ഇൻ ഫസ്റ്റ് മോഡ്. ദാറ്റ് മീൻസ് ഇതായിരിക്കും വരിക സെൻസിറ്റിവിറ്റി ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ, സെൻസിറ്റിവിറ്റി ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ജി ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് ഓർത്ത് വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ ഒരു പാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സെൻസിറ്റിവിറ്റി ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ജി നമ്മൾ പറയുമ്പോൾ ഇക്വേഷൻ ആയിരിക്കും നത്തിങ് ബട്ട് പെർസെന്റേജ് ചേഞ്ച് ഇൻ ടി അല്ലെ, പെർസെന്റേജ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ എന്തായിരിക്കും വരിക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ടി ഈസ് ഈക്വൽ ടു അല്ലെ, ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി ഈസ് ഈക്വൽ ടു സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇതായിരിക്കും വരിക ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഞാൻ ഇപ്പോൾ ജി എച്ച് എന്ന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനം നമുക്ക് ഇൻസ്ട്രുമെന്റ് കാണിക്കാം. ഓക്കെ, ജി ഡിവൈഡ് ബൈ 1 പ്ലസ് ജി എച്ച് നമുക്ക് പറയാൻ പറ്റും. ദെയർഫോർ ദി ഇക്വേഷൻ അങ്ങനെ മാറും, പെർസെന്റേജ് ചേഞ്ച് ഇൻ ടി ദാറ്റ് ഈസ് ഡോ ടി ബൈ ടി അല്ലെ ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി ദാറ്റ് ഈസ് ഡോ ജി ബൈ ജി നമുക്ക് പറയാൻ പറ്റും. ദെയർഫോർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക, ദെയർഫോർ സെൻസിറ്റിവിറ്റി ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ജി ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ടി ഇൻറ്റു ജി ബൈ ഡോ ജി അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ജി ഇൻറ്റു ജി ബൈ ടി എന്ന് വരും അല്ലെ, ജി ബൈ ടി. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഡോ ടി ബൈ ജി എന്ന് പറയുമ്പോൾ ടി എന്തായിരിക്കും വരിക, ടി ഈസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ 1 പ്ലസ് ജി എച്ച് ആണ്. അപ്പോൾ എന്തായിരിക്കും ഡോ ടി ബൈ ഡോ ജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദെയർഫോർ ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ യു ബൈ ബി ഫോം അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു 1 പ്ലസ് ജി എച്ച് ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ഓഫ് ജി 1 അല്ലെ മൈനസ് ജി ഇൻറ്റു 1 പ്ലസ് ജി എച്ചിന്റെ വിത്ത് റെസ്പെക്ട് ടു ജി ചെയ്യുമ്പോൾ നമുക്ക് എച്ച് കിട്ടും അല്ലെ, എച്ച് ആയിരിക്കും ഡോ ടി ബൈ ഡോ ജി കിട്ടും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ജി എച്ച് ഡിവൈഡ് ഉണ്ട് അല്ലെ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ 1 പ്ലസ് ജി എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ, 1 പ്ലസ് ജി എച്ച് ഇൻറ്റു 1 മൈനസ് ജി എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലെ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ടി എന്തായിരിക്കും വരിക, ടി ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച് ആണ്. അപ്പോൾ 1 പ്ലസ് ജി എച്ച് ഒക്കെ മുകളിൽ പോയി നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ആയിരിക്കും വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ജി എച്ച് മൈനസ് ജി എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ജി എച്ച് അല്ലെ ഇൻറ്റു 1 പ്ലസ് ജി എച്ച് ഇൻറ്റു ജി ബൈ ജി എന്ന് വരും അല്ലെ. അപ്പൊ എന്തായിരിക്കും ഈ പ്ലസ് ജി എച്ച് മൈനസ് ജി എച്ച് ക്യാൻസൽ ചെയ്ത് പോകും, നമുക്ക് പിന്നെ എന്തായിരിക്കും വരിക, ക്യാൻസൽ ചെയ്ത് പോകും. എന്തായിരിക്കും വരിക, നമുക്ക് ഈ ജിയും ജിയും ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ അങ്ങനെ വരും, 1 പ്ലസ് ജി എച്ചിന് 1 പ്ലസ് ജി എച്ച് ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ സെൻസിറ്റിവിറ്റി വെരി ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ്, സെൻസിറ്റിവിറ്റി ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ജി എച്ച്. വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓർത്തിരിക്കാനുള്ള ഒരു
നമ്മളിത് ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ്. സെൻസിറ്റിവിറ്റി ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ഈസ് ഈക്വൽ ടു 1/1 + GH ആണ്. അതേ കണക്ക് തന്നെയാണ് നമ്മൾ രണ്ട് രീതിയിൽ സെൻസിറ്റിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു. ഇങ്ങനെ ആയിരിക്കും വരിക. നെക്സ്റ്റ് മെത്തേഡ് ഈസ് measurement of sensitivity of closed loop transfer function with respect to H. അല്ലേ? H means feedback ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Therefore percentage change in T അല്ലേ, percentage change in transfer function divided by percentage change in H എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. percentage change in H that is equal to percentage change in T എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ dou T by T അല്ലേ, dou T by T divided by dou H by H എന്ന് എഴുതാൻ പറ്റും. Therefore that is equal to ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് dou T by dou H into H by T എന്ന് കിട്ടും. നമ്മൾ മുന്നേ ചെയ്ത പോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഫൈനൽ ആൻസർ അങ്ങനെ കിട്ടും. That is sensitivity of closed loop transfer function with respect to H is equal to minus GH divided by 1 plus GH. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് സെൻസിറ്റിവിറ്റി ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 1/1 + GH ആൻഡ് sensitivity of closed loop transfer function with respect to H is equal to എന്തായിരിക്കും വരിക? minus GH divided by 1 plus GH. സോ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് കൺക്ലൂഷൻ നമ്മൾ ഇപ്പോൾ എത്തിച്ചേരാൻ പോവുകയാണ്. നമ്മൾ നോക്കിയേ, ഫസ്റ്റ് കേസിൽ ഞാൻ പറയുകയാണ്, ഫസ്റ്റ് കേസിൽ ഇക്വേഷൻ നമ്പർ 1 that is with respect to G നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ എം കൺസിഡറിംഗ് ദ വാല്യൂ ഓഫ് G വെരി ലാർജ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഐ എം കൺസിഡറിംഗ് ദ G as വെരി ലാർജ് മീൻസ് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മീൻസ് സെൻസിറ്റിവിറ്റി ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു G ഈസ് ഈക്വൽ ടു 1 divided by 1 plus infinity. അപ്പം ജിയുടെ വില ലാർജ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് G tends to infinity. GH എന്ന് പറഞ്ഞാൽ G tends to infinity ആകുമ്പോഴത്തേക്ക് എന്താ 1 plus infinity വരും. therefore 1/1 plus infinity it is 1 infinity ആണ്. therefore 1/infinity that is equal to എന്തായിരിക്കും? 0 വരും അല്ലെ. അപ്പോൾ ഇവിടെ നോക്കിയേ, then here sensitivity of closed loop transfer function with respect to H പറയുമ്പോഴത്തേക്ക് എന്താ? minus GH divided by 1 plus GH ആണ് അല്ലെ. അപ്പോൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ? G if G is very large ആണെങ്കിൽ അല്ലെ, if G is very large ആണെങ്കിൽ 1 plus GH എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? it is approximately equal to GH നമുക്ക് എഴുതാൻ പറ്റും. therefore the sensitivity of the closed loop transfer function with respect to H is equal to minus GH divided by GH എന്ന് എഴുതാൻ പറ്റും. that is equal to -1. നമ്മൾ മോഡുലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക? sensitivity of closed loop transfer function with respect to H is equal to 1 കിട്ടും. അഥവാ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും മോഡ് എടുക്കുകയാണെങ്കിൽ മോഡ് ഓഫ് -1, മോഡുലസ് എടുക്കുമ്പോൾ -1 വരും, അല്ലെങ്കിൽ that is nothing but 100% നമുക്ക് പറയാൻ പറ്റും. സോ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനും കൺക്ലൂഷനാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. സോ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കി, if there is a change in 10%, if there is a change of 20% in G, അത് നമ്മളെ G എന്ന് പറയുന്ന ഫോർവേഡ് ഗെയിനിന് ഒരു 20% ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ the output will be changed by എത്ര ആയിരിക്കും? output will be changed by dash. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, if there is a change in G അല്ലെ, ജിക്ക് ഒരു 20% ചേഞ്ച് സംഭവിച്ചു. അപ്പൊ നമ്മൾ that means ഇവിടെ നിന്നായിരിക്കും വരുന്നത് I am going to measure the sensitivity with respect to gain ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് 20% ഗെയിനിന് ഒരു ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിന് എത്ര ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എടുത്ത സമയത്ത് എന്തായിരിക്കും? ദിസ് ഇക്വേഷൻ ഞാൻ എടുത്ത സമയത്ത് ഞാൻ ജിയുടെ വാല്യൂ വെരി ലാർജ് വാല്യൂ ആയ ഇൻഫിനിറ്റിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സെൻസിറ്റിവിറ്റി ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ജി, അതിന്റെ വാല്യൂ എനിക്ക് 0 കിട്ടി. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, if there is a change of 20% of G, the output is changed by എത്ര ആയിരിക്കും വരിക? 0% ആണ്. The output is changed by 0%. ഈ സെയിം കൺസെപ്റ്റ് തന്നെ ഞാൻ ചേഞ്ച് വരുത്താൻ പോകുന്നത് എച്ചിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ if there is a change of 20% in H അല്ലെ, if next statement, if there is a change of 20% in H, ഫീഡ്ബാക്കിന് ചേഞ്ച് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ചേഞ്ച്ഡ് ബൈ എത്ര ആയിരിക്കും വരിക? ഔട്ട്പുട്ട് വിൽ ബി ചേഞ്ച്ഡ് ബൈ നമ്മൾ പറഞ്ഞു ആ
ഫീഡ്ബാക്കിന് ആണ് ഞാനിവിടെ 20% ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ആൾസോ ചേഞ്ച്ഡ് ബൈ എത്ര ആയിരിക്കും 100%. അപ്പൊ 20% ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടായ ചേഞ്ചിന്റെ 100% എത്രയായിരിക്കും വരിക 20% ഉണ്ടായി കഴിഞ്ഞാൽ ആ 100% ആയ 20% തന്നെ ഇതിട്ടും ഔട്ട്പുട്ടിൽ നമുക്ക് ചേഞ്ച് കിട്ടും. സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യാനുള്ള കാര്യം. ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് നമ്മൾ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ജി, ഇറ്റ് ഈസ് ഓൺലി അഫക്റ്റഡ് ബൈ എന്തായിരിക്കും എച്ച് ആണ്. അതായത് ഞാൻ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഗെയിൻ ജി എന്ന് പറയുന്ന ഗെയിൻ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ജി എന്ന് പറയുന്ന ഗെയിനിന്റെ ചേഞ്ച് മൂലം എനിക്ക് ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. പക്ഷേ 20% ചേഞ്ച് അല്ലെങ്കിൽ ഒരു X% ഓഫ് ചേഞ്ച് ഞാൻ എച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ എത്രമാത്രം ചേഞ്ച് സംഭവിച്ചോ ആ ചേഞ്ചിന്റെ 100% 20% ആയി ആ 20% മുഴുവനായിട്ട് വന്ന് സംഭവിക്കും എന്റെ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും. സോ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ഈസ് നമുക്ക് പറയാൻ പറ്റും ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം അല്ലെ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്താ പറയാൻ പറ്റും ദ ഔട്ട്പുട്ട് ഈസ് അഫക്റ്റഡ് ബൈ is affected by the variation of h അഥവാ feedback variation of h but not g. Very important conclusion ആണ്. ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഔട്ട്പുട്ട് ഈസ് അഫക്റ്റഡ് ബൈ ദ വേരിയേഷൻ ഓഫ് എച്ച് only but not g. തന്നിരിക്കുന്ന ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. UPSC എക്സാംസിനും ഗേറ്റ് എക്സാമിനും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷനകത്ത് ജിയും എച്ചും രണ്ടും തന്നിട്ടുണ്ടാവും. ജി എച്ച് ജി ആൻഡ് എച്ച് ബോത്ത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇപ്പോഴും മനസ്സിലാക്കുക നമ്മളുടെ ഔട്ട്പുട്ടിന് വേരിയേഷൻ വരണമെങ്കിൽ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ദ ഔട്ട്പുട്ട് ഈസ് ഓൺലി അഫക്റ്റഡ് ബൈ ദ വേരിയേഷൻ ഓഫ് എച്ച് ബട്ട് നോട്ട് ജി. ആ ബട്ട് നോട്ട് ജി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. വെരി ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് ജി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇതാണ് നമുക്ക് എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിരിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ഹാസ് ആൻ ആംപ്ലിഫയർ ഓഫ് ഗെയിൻ 100 വിത്ത് ±10% ടോളറൻസ് ആണ് അറ്റന്യൂറ്റർ ഓഫ് 9/100ന്റെ ഫീഡ്ബാക്ക് പാത്ത് ഓവറോൾ ഗെയിൻ ഈസ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമുക്ക് ഈ ഇറർ പെർസെന്റേജ് ചേഞ്ച് ടോളറൻസ് ഓർ ചേഞ്ച് ഇൻ ഫോർവേഡ് പാത്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കും? നമ്മൾ സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോളറൻസ് ±10% അഥവാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ കാണുവാണെങ്കിൽ പെർസെന്റേജ് രീതിയിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ടോളറൻസ് തരുവാണ്, അല്ലെങ്കിൽ ഒരു ഫോർവേഡ് പാത്ത് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ എഫക്ട് ഓഫ് സെൻസിറ്റിവിറ്റി അല്ലെ. ഇവിടെ നോക്കി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് വരച്ച് നോക്കാം. എങ്ങനെ ആയിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആസ് ആൻ ആംപ്ലിഫയർ ഓഫ് ഗെയിൻ തന്നിട്ടുണ്ട്. അതായത് ജി ഓഫ് എസ് നമുക്ക് തന്നിട്ടുണ്ട് 100 ± 10% അല്ലെ. therefore ജി ഓഫ് എസ് നമുക്ക് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 100 ± 10% അല്ലെ. അറ്റന്യൂറ്റർ ഓഫ് 9/100 therefore it is R of s അല്ലെ. then output is C of s. then എന്താ പറഞ്ഞിരിക്കുന്നത്? attenuator of 9/100 in the feedback path or 9/100 in the feedback path. It is H of s അല്ലെ. ഈ തന്നിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. therefore it is negative. so നമുക്ക് വരും അല്ലെ. ഇവിടെ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ നമുക്ക് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് എവിടെ ആയിരിക്കും വരിക? ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് ഗെയിനിനകത്താണ് അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റുന്ന സെൻസിറ്റിവിറ്റി ഓഫ് ദ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ആണ്. കാര്യം ±10% വന്നിരിക്കുന്നത് നമുക്ക് ഗെയിനിലായിരിക്കും നമുക്ക് ±10% വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷനകത്ത് നമുക്ക് എന്ത് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട്, പിന്നെ എന്തായിരിക്കും വരിക? പെർസെന്റേജ് ചേഞ്ച് ഉണ്ട് അല്ലെ, പെർസെന്റേജ് ടോളറൻസ് കിടപ്പുണ്ട് നമുക്ക്. അപ്പൊ അത് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് നമുക്ക് ഈ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക? ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ പറ്റും? ഓവറോൾ ഗെയിൻ ഈസ് ഈക്വൽ ടു എങ്ങനെ ആയിരിക്കും? C of s divided by R of s is equal to G of s divided by 1 plus GS into HS ആണല്ലേ. നമുക്കറിയാം ഇവിടെ പറയുമ്പോഴത്തേക്ക് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ അബ്സല്യൂട്ട് ഗെയിന്റെ അബ്സല്യൂട്ട് എത്ര എടുക്കുക? അത്ര ആയിരിക്കും 100 ആയിരിക്കും വരിക. ഫസ്റ്റ് ടോളറൻസ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. 100 ഡിവൈഡ് ബൈ 1 പ്ലസ് ജി എന്ന് പറയുന്നത് എത്ര? 100 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 9/100 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ
1 plus 9 100 ക്യാൻസൽ ചെയ്ത് പോകും. Therefore 100 divided by 10 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും 10 കിടപ്പുണ്ട് അബ്സല്യൂട്ട് വാല്യൂ ആയിട്ട്. നമുക്ക് എന്താ പെർസെന്റേജ് ചേഞ്ച് നോക്കണം അല്ലെ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇവിടെ ഗെയിൻ ആണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. Therefore നമുക്ക് എഴുതാൻ പറ്റും സെൻസിറ്റിവിറ്റി ഓഫ് ദ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ഈസ് ഈക്വൽ ടു ഇതായിരിക്കും പെർസെന്റേജ് ചേഞ്ച് ഇൻ ടി അല്ലെ? പെർസെന്റേജ് ചേഞ്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി ആണ് അല്ലെ? ഇൻ ജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ? ഇൻ ജി ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഓവറോൾ ഗെയിൻ. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് വാല്യൂ കിട്ടി 10 കിട്ടി. എന്താ പെർസെന്റേജ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം അല്ലെ? അപ്പം ഈ എസ് ടി ജിക്ക് നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും? ദ ഗെയിൻ ഓഫ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ എന്ന് പറയുമ്പോൾ ഡിക്വേഷൻ ആയിരിക്കും വരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയായിരിക്കും? 1/1 plus GH ആണ് അല്ലെ? GH is equal to percentage change in T അല്ലെ? Percentage change in T divided by percentage change in G ആണ് ആണല്ലോ. അപ്പൊ എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കുക? അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. Therefore പെർസെന്റേജ് ചേഞ്ച് ഇൻ ടി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി അല്ലെ? ചേഞ്ച് ഇൻ ജി ഇൻറ്റു 1/1 plus GH നമുക്ക് ആൻസർ കിട്ടും. Therefore പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി എത്ര തന്നിരിക്കുന്നത്? നമുക്ക് 100 plus or minus 10% ആണ് അല്ലെ? ജി തന്നിരിക്കുന്നത് 100 plus or minus 10%. അപ്പൊ എന്തായിരിക്കും വരിക? പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി എന്ന് പറയുമ്പോഴത്തേക്ക് 10 ആണ് ഇൻറ്റു 1 divided by 1 plus ജി എത്ര? 100 അല്ലെ? അബ്സല്യൂട്ട് വാല്യൂ 100 ഇൻറ്റു എച്ച് എത്ര? 9/100 എത്ര വരും? Therefore that is equal to 100 ക്യാൻസൽ ചെയ്ത് പോയി 10/10 എന്ന് കിട്ടും. Therefore that is equal to 1 വരും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും? അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് 10 കിട്ടി അല്ലെ? പെർസെന്റേജ് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. Therefore ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ആൻസർ ഏതായിരിക്കും വരിക? സോ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. That is 10 plus or minus 1 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അപ്പൊ നമ്മൾ നോക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ചേഞ്ച് ഇതായിരിക്കും മിറർ ടോളറൻസ് അങ്ങനെയൊക്കെയുള്ള ടേംസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദർ ഫോക്കസിങ് ഓൺ സെൻസിറ്റിവിറ്റി എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് ഈ സിലബസ് കഴിഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ പ്രോബ്ലംസിലേക്ക് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലോഗസ് സിസ്റ്റം. അനലോഗസ് സിസ്റ്റം അതും സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമ്മൾ അതേ കണക്ക് തന്നെ പഠിച്ചു വെക്കുക. നമ്മൾ ഫോഴ്സ് വോൾട്ടേജ് അനലോജി, ഫോഴ്സ് കറണ്ട് അനലോജി ഉണ്ട്. അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പോകേണ്ട കാര്യമില്ല. എന്നാൽ നമുക്കൊരു കാര്യം നോക്കാം. ആ ഒരു ടേബിൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരിക? നമുക്കറിയാം ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെയായിരിക്കും ഉള്ളത്? ഇലക്ട്രിക്കലിനകത്ത് നമുക്ക് പറയാൻ പറ്റും R, L, Z ഉണ്ട് അല്ലെ? മെക്കാനിക്കൽ ആകുമ്പോഴത്തേക്ക് ആരൊക്കെ വരുന്നുണ്ട്? മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെ ആയിരിക്കും വരിക? മാസ് ഉണ്ട് അല്ലെ? മാസ് ഉണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലെ? മാസിനെ റെപ്രസെന്റ് ചെയ്ത് എം വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഏതായിരിക്കും? കോഎഫിഷ്യന്റ് ബി വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിരിക്കും സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കെ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ മെക്കാനിക്കൽ ടേംസിൽ നമ്മൾ ഫോഴ്സിൽ നമ്മൾ റെപ്രസെന്റ് മെക്കാനിക്കൽ നമ്മൾ ഇൻപുട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഫോഴ്സ് ആണ് അല്ലെ? അപ്പോ നമുക്ക് ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അനലോജി നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എടുക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ സിസ്റ്റം എടുക്കുകയാണ്. മെക്കാനിക്കൽ സിസ്റ്റം നമുക്ക് അതിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം എടുക്കുകയാണ്. മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇൻപുട്ട് ഉണ്ട്. ആരാ? ഫോഴ്സ് ആണ് അല്ലെ? ഇൻപുട്ട് ഈസ് ഫോഴ്സ്. ഔട്ട്പുട്ട് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക? ഔട്ട്പുട്ട് ഈസ് വെലോസിറ്റി. പക്ഷെ ഇലക്ട്രിക്കൽ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 ഇൻപുട്ട് ഉണ്ട്. ആരൊക്കെ ആയിരിക്കും? ഒന്നാമത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വരുന്നത് അല്ലെ? ഒന്നാമത്തെ ഇൻപുട്ട് ഈസ് വോൾട്ടേജ് ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് എന്തായിരിക്കും വരിക? കറണ്ട് ആയിരിക്കും വരിക. ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് കറണ്ട് ആയിരിക്കും വരിക. ഇൻപുട്ട് കറണ്ട് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് ഈസ് വോൾട്ടേജ് അല്ലെ? നമ്മളിത് മാസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം അല്ലെ? നമുക്ക് മെക്കാനിക്കൽ കമ്മോഡിറ്റീസ് ആരൊക്കെ ആയിരിക്കും വരിക? മാസ് എം ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ആർ വരുമ്പോഴത്തേക്ക് എന്താ? എം ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ് അല്ലെ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസിന്റെ ആക്സലറേഷൻ ആണ്. നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡി വി ബൈ ഡി ടി നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ദെൻ ബി ഈസ് ഈക്വൽ ടു ബി എന്തായിരിക്കും വരിക? ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. നമ്മൾ നോക്കിയേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ഉണ്ട്, സോറി മാസ് ഉണ്ട്, പിന്നെ എന്തായിരിക്കും നമുക്ക് വരുന്നത്? പിന്നെ നമുക്ക് വരുന്ന പറഞ്ഞാൽ
മാസ് വരുന്നുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് സ്പ്രിംഗ് ബി വരുന്നുണ്ട്, പിന്നെ എന്തായിരിക്കും വരിക കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഓരോരോ ടേംസ് നമുക്ക് നോക്കാം. അപ്പോ ഈ ഫോഴ്സ് വോൾട്ടേജ് അനലോജി എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഫോഴ്സ് വോൾട്ടേജ് അനലോജി എടുക്കുകയാണെങ്കിൽ ഹിയർ മാസ് ഈസ് ഇക്വലന്റ് ടു ആരായിരിക്കും വരിക? വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുന്ന ഒരു പോയിന്റ് ആണ്. മാസ് ഈസ് ഇക്വലന്റ് ടു ഇൻഡക്ടൻസ് ആണ് ഫോഴ്സ് വോൾട്ടേജിൽ അല്ലെ. ദാറ്റ് മീൻസ് ഫോഴ്സ് വോൾട്ടേജ് അനലോജി ആവണമെങ്കിൽ അതുകൊണ്ട് എഴുതി വെച്ചോളൂ, ദിസ് ഫോഴ്സ് വോൾട്ടേജ് അനലോജി ഇറ്റ് ഈസ് ഫോഴ്സ് കറണ്ട് അനലോജി. അതായത് നമ്മൾ ഇവിടെ ഇൻപുട്ട് കറണ്ട് ആണ്. ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടുമാണ് വന്നേക്കുന്നത് അല്ലെ. ഫോഴ്സ് കറണ്ട് അനലോജിയിൽ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് വോൾട്ടേജും വരും. അപ്പം ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ മാസിന് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ല് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് മാസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ല് വെച്ചിട്ടായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/c കപ്പാസിറ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോഴ്സ് കറണ്ട് അനലോജി ആകുമ്പോഴത്തേക്ക് ഇൻപുട്ട് കറണ്ട് ആയിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. അവിടെ നമ്മൾ മാസിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും വരിക കപ്പാസിറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇതായിരിക്കും വരിക ബി എ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/r വെച്ചിട്ടായിരിക്കും. കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/l വെച്ചിട്ടായിരിക്കും. സോ ഇത് നമുക്ക് നമ്മളിതിന്റെ ഡെറിവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓരോ കമ്പോണന്റിനെ നമ്മൾ ഫിസിക്കലിൽ നിന്ന് തിരിച്ച് ഇലക്ട്രിക്കലായിട്ട് കമ്പയർ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ ഈ ഒരു ടേബിൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഫോഴ്സ് വോൾട്ടേജ് അനലോജി എന്തായിരിക്കും വരിക? ദ റെസിസ്റ്റൻസ് ഈസ് ഈക്വലന്റ് ടു എന്തായിരിക്കും? അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റിഫ്നെസ് അല്ലെ, സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരിക്കും? അപ്പം ഈ ഒരു ടേംസ് ഓർത്ത് വയ്ക്കുക. മാസിന് ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ മാസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഇൻഡക്ടർ വെച്ചിട്ടായിരിക്കും. പിന്നെ ഇതായിരിക്കും ബി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? നമ്മൾ സ്റ്റിഫ്നെസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. കെ എന്ന് പറയുന്ന സ്പ്രിംഗ് സ്റ്റിഫ്നെസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/c വെച്ചിട്ടായിരിക്കും. ഫോഴ്സ് കറണ്ട് ആകുമ്പോഴത്തേക്ക് ഇൻഡക്ടർ മാറി കപ്പാസിറ്റൻസ് ആവും, ബാക്കി രണ്ടും റെസിപ്രോക്കൽ 1/r വരുന്നുണ്ട്, 1/k മാറി 1/l വരുന്നുണ്ട് അല്ലെ, 1/c മാറി 1/l വരുന്നുണ്ട്. സോ ഈ ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഫോഴ്സ് വോൾട്ടേജ് അനലോജി ആൻഡ് ഫോഴ്സ് കറണ്ട് അനലോജി. ഓക്കെ, is corresponding to force voltage, it is corresponding to force voltage and it is corresponding to force current analogy. So ഇത് പഠിക്കുക. ഇത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തെടുക്കുക. It's very important. Okay, നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈം റെസ്പോൺസ് അനാലിസിസ് ആണ്. കാരണം നമുക്ക് ഇവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെഫിനിഷൻ C(s) ഡിവൈഡഡ് ബൈ R(s) ആണ്. C(s) ഔട്ട്പുട്ട് ആണ്, R(s) ഇൻപുട്ട് ആണ്. ഈ C(s) നമ്മൾ പറയുന്നുണ്ട് എന്തായിരിക്കും വരിക? നമ്മൾ റെസ്പോൺസ് നമ്മൾ പറയുന്നത് ഇസ് കോൾഡ് റെസ്പോൺസ്. C(s) ഇസ് കോൾഡ് റെസ്പോൺസ്. അപ്പൊ ഇതിനെ ഈ റെസ്പോൺസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടൈം ഡൊമൈൻ ഉണ്ട് അല്ലെ, ടൈം ഡൊമൈൻ റെപ്രസെന്റേഷൻ ഉണ്ട്. എന്നതായിരിക്കും വരിക? ഫ്രീക്വൻസി ഡൊമൈൻ ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പോൾ നമുക്കിപ്പം C(s) എന്ന് പറയുമ്പോഴത്തേക്ക് C(s) ഡിവൈഡ് ബൈ R(s) ആണ് നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. C(s) ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈം ഡൊമൈനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്ത് വേണം? നമ്മൾ ഇത് കിടക്കുന്നത് എസ് എന്ന് പറയുമ്പോൾ ലാപ്ലാസ് ഫ്രീക്വൻസി ഡൊമൈനിലാണ്. നമ്മൾ എന്ത് ചെയ്യുക? ടൈം ഡൊമൈനായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? C(t) is equal to L inverse of C(s) എടുക്കുക. അത് you have to take the inverse Laplace transform. അപ്പം നമുക്ക് എന്ത് പറയാം? What is the time response? It is defined as the response of the system varies with respect to time. അല്ലെ, that is response of the system varies with respect to time. It's called time response. Response of system. Those systems whose response varies with respect to time ആണ് നമ്മൾ പറയുന്നത് ടൈം റെസ്പോൺസ്. നമ്മൾ പറയുന്നത് ടൈം റെസ്പോൺസിൽ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ടൈം റെസ്പോൺസ് ഇസ് ഡിവൈഡഡ്. ആ ടോട്ടൽ ടൈമിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ്. ക്ലാസിഫിക്കേഷൻ അല്ല, ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദ ടൈം റെസ്പോൺസ് ഇൻടു ടു. ആരൊക്കെ ആയിരിക്കും വരിക? വൺ ഇറ്റ് ഈസ് ട്രാൻസിയന്റ് റെസ്പോൺസ് അല്ലെ. ടൈം റെസ്പോൺസിന് നമ്മൾ ഒന്നാമത്തത് ട്രാൻസിയന്റ് റെസ്പോൺസ് എന്നും രണ്ടാമത്തെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഈസ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. അപ്പൊ ടോട്ടൽ ടൈം റെസ്പോൺസ് പറയുമ്പോഴത്തേക്ക് ഇത് സം ഓഫ് ട്രാൻസിയന്റ് റെസ്പോൺസ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമുക്ക് പറയാൻ പറ്റും. ഈ ട്രാൻസിയന്റ് റെസ്പോൺസ് മീൻസ് ഇറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു ഇനിഷ്യൽ വാല്യൂ, ദാറ്റ് ഈസ് t tends to 0, ദാറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു ഇനിഷ്യൽ വാല്യൂ. ഓർത്ത് വയ്ക്കുക, മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും നമ്മൾ. സ്റ്റഡി സ്റ്റേറ്റ് മീൻസ് ഇറ്റ് റെസ്പോൺസ് ടു ഫൈനൽ വാല്യൂ, ദാറ്റ് ഈസ് t tends to infinity. അപ്പം സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് t tends to infinity, the time tends to infinity,
and transient response is t tends to 0 നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇപ്പോൾ transient response എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. What is meant by transient response? Then steady state response നമ്മൾ നോക്കുന്നുണ്ട്. Then we will conclude what actually it is and what is the indication, what steady state response indicates as what, and the transient response indicates as what. It is very important. ആ point നമുക്ക് important ആണ്. Okay. So നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ട്രാൻസിയന്റ് സിസ്റ്റം എന്ന് പറയുന്നത്, ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും ഇതൊരു സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണെന്ന് എടുക്കുകയാണ്. Assume this is a response and this is another response. I'm just taking this another response. Here it is a transient time, and here this is a transient time, tr. ഞാൻ ഇവിടെ പറയാണ് I am just assuming tr is equal to 10 seconds ഞാൻ പറയാണ്. Here tr is equal to 3 seconds ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് ട്രാൻസിയന്റ് റെസ്പോൺസ്. അതിന് മുന്നേ നമുക്ക് പറയാൻ പറ്റും what is meant by transient response. This is a part of time response that is going to disappear after a certain point of time. That means definition കൊടുത്തു വെച്ചോളൂ. Part of time response, it is a part of time response that is going to disappear, അല്ലേ? That is going to disappear after a certain point of time, after a certain point of time. അതിനാണ് നമ്മൾ ട്രാൻസിയന്റ് റെസ്പോൺസ് പറയുന്നത്. കാര്യം ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് ആ റെസ്പോൺസ് എന്ത് ചെയ്യാണ്, ഡിസപ്പിയർ ചെയ്യണം. അതിനാണ് നമ്മൾ ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ ഈ ഫിഗർ നമ്മൾ നോക്കിയാൽ നമുക്ക് ഫിഗർ 1 നോക്കി ഇത്രയായിരിക്കും അവിടുത്തെ ട്രാൻസിയന്റ് റെസ്പോൺസ് പറയുന്നത്, അല്ലെ? ഇസ് എ ട്രാൻസിയന്റ് റെസ്പോൺസ്. അപ്പോൾ ഇവിടെ tr is equal to 10 seconds ആയിരിക്കും വരിക. ഇവിടെ എന്തായിരിക്കും വരിക, tr is equal to 3 seconds ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്രാൻസിയന്റ് റെസ്പോൺസ് എന്താണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, that means the transient response it gives an indication about എന്തായിരിക്കും, speed of the response. Because കാര്യം എന്തായിരിക്കും വരിക നോക്കിയേ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് tr is equal to 3 seconds എന്ന് പറയുന്ന ഈ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്തായിരിക്കണം വരുന്നത്, tr is equal to 10 seconds കഴിയുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് സ്റ്റഡി ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, കാര്യം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, അല്ലെ? t is equal to 3 seconds ഔട്ട്പുട്ട് തരുന്ന സിസ്റ്റത്തിനായിരിക്കും ഞാൻ എന്ത് ചെയ്തത്, ഞാൻ പ്രിഫർ ചെയ്ത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, സോ ദ ട്രാൻസിയന്റ് റെസ്പോൺസ് ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ സ്പീഡ് ഓഫ് ദ റെസ്പോൺസ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ സ്പീഡ് ഓഫ് ദ റെസ്പോൺസ്. ട്രാൻസിയന്റ് റെസ്പോൺസ് ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ സ്പീഡ് ഓഫ് ദ റെസ്പോൺസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. കാര്യം നമുക്കറിയാം ഇവിടെ tr is equal to 10 seconds എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, tr is equal to 10 seconds ട്രാൻസിയന്റ് ടൈം ആണ്. ഈ ട്രാൻസിയന്റ് ടൈം വരെ എന്തായിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് അല്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റഡി അല്ല. അപ്പോൾ ഇത്രയും ഈ tr is equal to 10 seconds എടുത്ത ശേഷം മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് സ്റ്റഡി ആയിട്ട് കിട്ടുന്നുള്ളൂ. അടുത്തൊരു സിസ്റ്റം ഉണ്ട് tr is equal to 3 seconds ആണ്. അതാണ് ഇവിടുത്തെ ട്രാൻസിയന്റ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിയന്റ് പീരീഡ് എന്ന് പറയുന്നത്. ആ ട്രാൻസിയന്റ് പീരീഡിൽ tr is equal to 3 seconds കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് സ്റ്റഡി ആയിട്ട് കിട്ടുന്നത്. സോ that is why I am preferring tr is equal to 3 seconds. Why I have to wait for 10 seconds, അല്ലേ? Therefore transient response it gives an indication about the speed of the response. നമുക്ക് പറയാൻ പറ്റും also gives an indication about the nature of response. നമുക്ക് പറയാൻ പറ്റും nature of response. അതൊക്കെ നമ്മൾ പഠിക്കും എന്താണെന്നുള്ളത്. whether the system is undamped, overdamped, critical damped ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ട്രാൻസിയന്റ് റെസ്പോൺസ് അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പൊ ട്രാൻസിയന്റ് പാർട്ട് മിനിമം ആണെങ്കിൽ ഇവിടെ ട്രാൻസിയന്റ് പാർട്ട് ഇവിടെ 10 seconds ആണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസിയന്റ് പാർട്ട് 3 ആണ്. അപ്പം ട്രാൻസിയന്റ് പാർട്ട് മിനിമം ആണെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും ദ സ്പീഡ് ഓഫ് ദ റെസ്പോൺസ് ഈസ് വെരി ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അനദർ പോയിന്റ് ടു റിമെമ്പർ, ദാറ്റ് മീൻസ് ഇഫ് ദ ട്രാൻസിയന്റ് പാർട്ട് ഈസ് മിനിമം, അല്ലെ? ഇഫ് ദ ട്രാൻസിയന്റ് പാർട്ട് ഈസ് മിനിമം, then what is our conclusion? Then the speed of the response will be high. Speed of the response is high. Speed of the response is high എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയാം. വാട്ട് ഈസ് മീൻഡ് ബൈ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്? Steady state response. Steady state response means it is a part of the time response, that is going to be exist even after the transient period disappears. That means it is a part of the time response. Part of the time response that is going to exist, that is going to exist even after the
ട്രാൻസിയന്റ് പാർട്ട് ഡിസപ്പിയേഴ്സ് നമുക്ക് പറയാം. ഈവൻ ട്രാൻസിയന്റ് പാർട്ട് ഡിസപ്പിയേഴ്സ് അല്ലെ, ഈവൻ ട്രാൻസിയന്റ് പാർട്ട് ഡിസപ്പിയേഴ്സ്. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് കാൾഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോ നമ്മൾ നോക്കിയേ, ഇത് നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണ്. ഇറ്റ് ഈസ് എ transient period and after that it is a steady state period. So this is a transient period, TR. Okay. Then ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ്, TS എന്ന് പറയുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസിയന്റ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഔട്ട്പുട്ട് ആണ് അല്ലേ. അപ്പൊ നമ്മൾ നോക്കി, ഇപ്പൊ നമുക്ക് വേണ്ടുള്ള ഔട്ട്പുട്ട്, അവർ റിക്വയർഡ് ഔട്ട്പുട്ട് ഈസ് 1 വോൾട്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് അവർ 1. Just drawing this figure once again. It is our 1 volt is the, and our response is coming like that. See, it is going like this. But 0.99 years. But നമുക്ക് നോക്കി, ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് കിട്ടാനുള്ള ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് കിട്ടാനുള്ള ഇൻപുട്ട്, സോറി ഔട്ട്പുട്ട് 1 ആണ്. നമുക്ക് കിട്ടിയിരിക്കുക എത്ര? 0.9. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹിയർ മൈ ഇൻപുട്ട് ഈസ് 1 അല്ലെ. മൈ ഇൻപുട്ട് ഈസ് 1 ബട്ട് മൈ ഔട്ട്പുട്ട് ഈസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0.99 ആണ്. അപ്പം ഇറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറർ ഈസ് ഈക്വൽ ടു 1 മൈനസ് അല്ലെ, ഇൻപുട്ട് 1 മൈനസ് 0.99, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇറർ എന്ന് പറയുന്നത്. ഇറർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 ആണ് ഇവിടുത്തെ ഇറർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്തായിരിക്കും തരുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ, ഇറ്റ് ഗീവ്സ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇറർ ആൻഡ് ആൾസോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്റ്റഡി സ്റ്റേറ്റ് നമുക്ക് എന്ത് തരുന്നുണ്ട്? നമുക്ക് ഇററിന്റെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ദാറ്റ് ഈസ് ദെൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഇറ്റ് ഗീവ്സ് ആൻ ഇൻഫർമേഷൻ, ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ ആക്യുറസി ഓഫ് ദ സിസ്റ്റം. സ്റ്റഡി സ്റ്റേറ്റ് ഇറർ നമുക്ക് തരുന്നത് എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമുക്ക് തരുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഗീവ്സ് ദ ഇൻഡിക്കേഷൻ ഓഫ് ദ ആക്യുറസി ഓഫ് ദ സിസ്റ്റം. കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇറർ അല്ലെ. നമ്മുടെ ഇൻപുട്ട് 1 ആണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0.99 ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് സംതിങ് ഈസ് മിസ്സിംഗ് ഹിയർ. സോ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഗീവ്സ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ഇറർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. therefore we can conclude that steady state response gives an indication of അല്ലെ, it gives an indication about ആരെ പറ്റിയിട്ടാ? about the accuracy of the system, about the accuracy of the system. So നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ള 2 conclusion point ഉണ്ട്. ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് ഓഫ് ദ സിസ്റ്റം ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ആക്യുറസി ഓഫ് ദ സിസ്റ്റം. ഒരുപാട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഗിവ്സ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ ആക്യുറസി ഓഫ് ദ സിസ്റ്റം. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആക്യുറസി കാണിക്കുന്നുണ്ട്. ട്രാൻസിയന്റ് റെസ്പോൺസ് എന്തായിരിക്കും? ഹൗ ഫാസ്റ്റ് ദ സിസ്റ്റം റെസ്പോണ്ടിങ് ടു ആൻ ഔട്ട്പുട്ട്, സോറി ഹൗ ഫാസ്റ്റ് ദ സിസ്റ്റം ഗിവ്സ് എ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, അത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കത്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ പറഞ്ഞ പോയിന്റ് സമ്മറൈസ് ചെയ്യാം. ട്രാൻസിയന്റ് റെസ്പോൺസ് അല്ലെ gives an indication about the എന്തായിരിക്കും? speed of the system and steady state response it gives an indication about the accuracy of the system അല്ലെ. അത് പഠിച്ചു. പിന്നെ എന്തായിരിക്കും വരിക? and also the transient state it depends on order number and type number. Depends on order number and steady state depends on type number. Steady state depends on type number. അപ്പം ഇത് നമുക്ക് ഈ ടൈപ്പ് നമ്പറും ഓർഡർ നമ്പറും അവിടെ നിൽക്കട്ടെ, നമുക്ക് വരുന്ന സെഷനിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ട്രാൻസിയന്റ് റെസ്പോൺസ് indicates speed and steady state response indicates the accuracy. Therefore total time response is equal to the summation of എന്തായിരിക്കും? summation of transient response plus അല്ലെ, summation of transient response plus summation of steady state response നമുക്ക് പറയാൻ പറ്റും. ടൈം റെസ്പോൺസ് അനാലിസിസ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പൊ നിങ്ങൾ നോക്കുക, പോയിന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത് ഓർഡർ ഓഫ് ദ സിസ്റ്റംസ് ആണ്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റെസ്പോൺസിലേക്ക് നമ്മൾ പോകും. സ്റ്റാൻഡേർഡ് സീക്വൻസ് റെസ്പോൺസിലേക്ക് നമ്മൾ പോകും. സോ നമുക്കിന്ന് ബാക്കിയുള്ള സെഷൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.